ഫുക്രിയിലേക്ക് സ്വാഗതം. ഒടുക്കം ഫിഫ പ്രസിഡന്റ് ജിയോവാനി ഇൻഫാന്റിനോ ട്രംപിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി യാചിക്കുകയാണ്. ട്രംപിനോട് സഹായം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇൻഫാന്റിനോ. മറ്റൊന്നിനുമല്ല, അടുത്ത വർഷം മാർച്ചിൽ വീണ്ടും ഫിഫ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരമുണ്ടാകും. ആ മത്സരത്തിൽ വീണ്ടും ഇൻഫാന്റിനോന് ജയിച്ച് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടണം. നിലവിലെ സാഹചര്യത്തിൽ അതിന് യാതൊരു സാധ്യതയും കാണുന്നില്ല. മുഴുവൻ ഏതാണ്ട് 60% വരുന്ന ഫുട്ബോൾ അസോസിയേഷനുകൾ മുഴുവൻ ഇൻഫാന്റിനോയ്ക്ക് എതിരായി കഴിഞ്ഞു. സ്വകാര്യ നിക്ഷേപം, അതായത് ലോകകപ്പ് ഉൾപ്പെടെയുള്ള ടൂർണമെൻറ്റുകൾ നടത്തുന്നതിന് ഫിഫ ഫോർവേഡ് എൻ്റർപ്രൈസിലേക്ക് സ്വകാര്യ നിക്ഷേപകരെ കൊണ്ടുവരാൻ ശ്രമിച്ചതാണ് ഇൻഫാന്റിനോയ്ക്ക് ഇത്രമാത്രം തിരിച്ചടിയായത്. ഇതോടെ സകല ഫുട്ബോൾ അസോസിയേഷനുകളും ഇൻഫാന്റിനോയ്ക്കെതിരായി. വെയിൽസ് അടക്കമുള്ള ചില ഫുട്ബോൾ അസോസിയേഷനുകൾ ഇപ്പോൾ തന്നെ പിന്തുണ പിൻവലിച്ചു കഴിഞ്ഞു. 211 അംഗരാജ്യങ്ങളിൽ 106 അംഗങ്ങളുടെ പിന്തുണ വേണം ഫിഫ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടാൻ. നിലവിൽ ഇൻഫാന്റിനോയ്ക്ക് 106 പോയിട്ട് 50 അസോസിയേഷൻ്റെ പോലും പിന്തുണ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇത് കൃത്യമായി മനസ്സിലാക്കിയ ഇൻഫാന്റിനോ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നു എന്നാണ് ലോക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും ഫിഫ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരണം, അതിന് ട്രംപ് സഹായിക്കണം എന്ന ആവശ്യമാണ് ഇൻഫാന്റിനോ ഉയർത്തുന്നത്. ലോകകപ്പ് സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, അമേരിക്കയുടെ ഒരു താരം റെഡ് കാർഡ് ബലഗോൺ എന്ന് പറയുന്ന ഒരു താരം റെഡ് കാർഡ് കണ്ട് പുറത്തായി 2 കളികളിൽ നിന്ന് സസ്പെൻഷൻ വാങ്ങേണ്ടി വരുമെന്ന സാഹചര്യത്തിൽ ട്രംപ് ഇടപെട്ട് ആ സസ്പെൻഷൻ പിൻവലിപ്പിച്ച് ആ കളിക്കാരന് അടുത്ത മത്സരത്തിൽ കളിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിരുന്നു. അന്ന് മുതലേ എല്ലാവർക്കും അറിയാം ട്രംപും ഇൻഫാന്റിനും തമ്മിൽ ബായി ആണെന്ന്. നേരത്തെ തന്നെ അമേരിക്കയുടെ ട്രംപും ഇൻഫാന്റിനോയും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചൊക്കെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും ഇൻഫാന്റിനോ തിരിച്ച് ട്രംപ് അന്ന് ആവശ്യപ്പെട്ട സഹായം ചെയ്തു കൊടുത്തു. ഇന്ന് തിരിച്ചൊരു സഹായം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തന്നെ ഫിഫ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാനുള്ള അവസരം ഉണ്ടാക്കി തരണം എന്ന് ആവശ്യമല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല ഇൻഫാന്റിനോയ്ക്ക്. കാരണം അത്രമാത്രം വലിയ വിമർശനമാണ് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. അത്രമാത്രം വലിയ തിരിച്ചടിയാണ് സ്വകാര്യ നിക്ഷേപകരെ ഫിഫയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. മുഴുവൻ ആളുകളും എതിർക്കുന്ന നിലയിലേക്ക് ഇൻഫാന്റിനോ മാറിയിരിക്കുന്നു. മിക്കവാറും പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താകും എന്ന് തന്നെയാണ് റിപ്പോർട്ട്. ഇനി ട്രംപ് ഏത് രീതിയിലാണ് സഹായിക്കുക, എങ്ങനെയാണ് ഫിഫയുടെയും ഫുട്ബോളിൻ്റെയും കാര്യത്തിൽ ട്രംപ് വീണ്ടും തലയിടുക എന്നതൊക്കെ കാത്തിരുന്ന് കാണുക തന്നെ വേണം. എന്തായാലും ഇൻഫാന്റിനോ അറ്റ കൈക്ക് ട്രംപിൻ്റെ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ഇനി എന്തൊക്കെ തമാശകളാണ് നമ്മൾ കാണേണ്ടി വരിക. കുറേ കാലമായി ഫിഫയും ഇൻഫാന്റിനോയും കുറേ തമാശകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത തമാശ ട്രംപുമായി ബന്ധപ്പെട്ട് ഇൻഫാന്റിനോ എന്താണ് കാണിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.